ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും രമ്യ നമ്മോടൊപ്പം ചേരുന്നു. രമ്യ, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സനീഷ്, തീർച്ചയായും വളരെ ദുഃഖകരമായ, സനീഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വളരെ ഭീതിതവും ദുഃഖകരമായ ഒരു വാർത്തകൾ തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് നൽകാനുള്ളത്. നിലവിൽ ഇന്ന് 160ഓളം മൃതദേഹങ്ങളാണ് ഇവിടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത്. 9 എണ്ണം ഇവിടെ നിലമ്പൂരിലെ പോത്തുകൽ ചാലിയാർ മേഖലയിലെ പോത്തുകൽ ആദിവാസി ഊരുമായി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 9ഓളം മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനമായി നമുക്ക് നൽകാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ ഇവിടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ 151 മൃതദേഹങ്ങളാണ് എത്തിച്ചിട്ടുള്ളത്. ഇതിൽ 140ഓളം മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 149 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. ഇത് വരുന്ന മുറയ്ക്ക് തന്നെ വയനാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ രാവിലെ 7:30 മുതൽ തന്നെ അവിടെ ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു. കൂടുതലായും ഇന്ന് കേന്ദ്രീകരിച്ചത് ആദിവാസി ഊരുകൾ കേന്ദ്രീകരിച്ച് വനത്തിനുള്ളിലോട്ടുള്ള പരിശോധനകളാണ്. അതായത് കൂടുതൽ മൃതദേഹങ്ങൾ വനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നിട്ടുണ്ടാവാം എന്നുള്ള നിഗമനത്തിൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ വിവരം അനുസരിച്ച് 9ഓളം മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയവർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇത് അവിടെ നിന്ന് വനത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ അവർ പുരോഗമിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ സന്നദ്ധ സേവാ സംഘടനകൾ, NDRF പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വലിയ സംഘം തന്നെയാണ് ഇത്തരത്തിൽ അവിടെ തിരച്ചിൽ നടത്തുന്നത്. വളരെ വേദനാജനകമായ കാഴ്ചകൾ തന്നെയാണ് അവിടങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവയാണ് ഈ തിരച്ചിൽ കിട്ടുന്നത്. പൂർണ്ണമായും മൃതദേഹങ്ങൾ എന്ന് പറയാൻ ഒന്നും കഴിയില്ല. പലതും വളരെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ മാറിയിട്ടുള്ള മൃതദേഹങ്ങളാണ് അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ ഇപ്പോൾ നിലവിൽ 160 മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ നിലമ്പൂർ മേഖലയിൽ നിന്ന്, അതായത് ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇവിടെ പരിശോധന നടത്തി കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ കണ്ടെത്തിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം അപ്പോൾ വയനാട്ടിലേക്ക് അയക്കുന്ന നടപടികൾ ഇവരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വളരെ വേദനാജനകമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇപ്പോഴും ഇവിടെ ആംബുലൻസുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിലേക്കുള്ള ആംബുലൻസുകൾ എത്തിച്ച് വയനാട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന നടപടികളും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. സനീഷ്.